അയ്യോടാ നിന്നായിരുന്നു കരയണ? വേണ്ട വെള്ളം അടിക്കാണ്ട വേണ്ട. ഉപ്പിയുണ്ടോ? ഇല്ല ഉപ്പില്ല. കയറണ പൈസ ഉണ്ടോ? അതുമില്ല. എന്തുകൊണ്ട് സ്വന്തമായിട്ട് ആസ്വദിച്ചാറ് നീ ചാടി ചാവണേണ്ടല്ലോ. നിന്നെ കരയണ പല പണിക്കും പോടാ. അണ്ണാ എനിക്കൊരു പ്രേമം ഉണ്ടെന്നാ. ഏത് പ്രേമം? അതെന്റെ സുരേഷിന്റെ അടുത്ത് പറയാൻ എനിക്ക് പേടിയാവും. നിനക്ക് ആടെ സുരേഷ് ആര്? അണ്ണാ ഞാൻ ഒരു ദിവസം വിശന്ന് വലഞ്ഞ് ബസ് സ്റ്റാൻഡിൽ ഒന്ന് കിടന്നെണ്ണ. അപ്പൊ എന്റെ പുറത്തൊരു കൈ എന്റെ സുരേഷ് ചേട്ടൻ. സുരേഷന്റെ അടുത്ത് ചോദിച്ചു എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആഹാരം കഴിച്ചിട്ട് 3 ദിവസമായിരുന്നു. സുരേഷൻ എനിക്ക് ആഹാരം മേടിച്ചു തന്നു, എന്നെ വീട്ടിൽ കൊണ്ടുപോയി, എനിക്ക് സകല സൗകര്യം ഒരുക്കി തന്നു, ആഹാരം തന്നു, വീട്ടിനടുത്ത് കിടക്ക ഒരു ഷെഡ് കെട്ടി തന്നു. ആ സുരേഷിന്റെ അടുത്ത് ഞാൻ എങ്ങനെ പറയും എനിക്ക് പ്രേമമുണ്ടെന്ന്? നീ എന്തിനാ ഇങ്ങനെ പേടിക്കണ? വേണ്ട അതെനിക്ക് പേടിയാണ്. ഞാൻ നിന്റെ കല്യാണം നടത്തരുത്. സുരേഷിന്റെ അടുത്ത് പറയാൻ എനിക്ക് പേടിയാണ്. നീ ഞാൻ നടത്തി തരും. നീ എന്നോട് പറയാൻ വേണ്ട. സുരേഷിന്റെ അടുത്ത് പറയാൻ പേടിയാണ്. എന്താ പേടിക്കണ? ഈ സുരേഷന്റെ ഭാര്യയായിട്ടാണ് ഞാൻ പ്രേമം. സുരേഷന്റെ ഭാര്യ അന്നം തന്ന വീട്ടിൽ തന്നെ അട്ടറ കഴിവ് ഇടണം കേട്ടോ. പറയല്ലേ. കുളിക്കാൻ വന്നാണ് ചേച്ചി. ഞാൻ മാറിത്തരാം. കുളിച്ചു അങ്ങോട്ട് മാറിയിരുന്നു. മനുഷ്യ ഇവിടെ പ്രാന്ത് കയറി നിൽക്കുമ്പോ നിന്റെ ഒരു അളിഞ്ഞ വർത്താൻ കഴിച്ചു പോടാ. എന്തോന്ന് ഇത്? എന്തൊരു വേഷം ചേച്ചി? കാലിലെന്തോന്ന് ചുമയുടെ സിറപ്പാ കുത്തിക്കോ. എന്തോ ചേച്ചി വിഷയം? എന്റെ കെട്ടിയനെ കൊണ്ട് ഒരു സ്വൈര്യക്കേടാ. എന്തോന്ന്? എടാ അങ്ങേർക്ക് ചെറുപ്പം കാലം മുതലേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു വലിയൊരു പൈലറ്റ് ആവണമെന്ന്. അത് കഴിഞ്ഞ് അങ്ങേര് വിചാരിച്ച് ഡോക്ടർ ആവണമെന്ന്. അത് കഴിഞ്ഞ് അങ്ങേര് വിചാരിച്ച് എഞ്ചിനീയർ ആവണമെന്ന്. സത്യത്തിൽ ഇപ്പൊ പുള്ളി എന്തോ ആയി. അത് അങ്ങോട്ട് നോക്കിപ്പോ കാണാം. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പണിയില്ലാത്തവർക്ക് പറ്റിയ പണി. ഹലോ ഗൈസ്, നമ്മളിപ്പോ നിൽക്കുന്നത് പ്ലാത്താങ്കര കായലിന്റെ സൈഡിലാണ്. പ്ലാത്താങ്കര കായലിന്റെ സൈഡിൽ വരാനൊരു കാരണമുണ്ട്. കടൽ മീനിനേക്കാൾ എന്തുകൊണ്ടും ഏറ്റവും രുചികരമായ മത്സ്യവിഭവങ്ങളുള്ളത് കായലിലാണ്. ഇന്ന് കായലിലെ മീനെ പിടിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു രസകരമായ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾക്ക് മീൻ പിടിക്കാൻ അത്ര ആഗ്രഹമാണെങ്കിലേ നിങ്ങൾ ആ കടൽ മച്ചാനെ പോലെ വല്ല കടലിലും പോയി പിടിക്കും. 10 പൈസയെങ്കിലും ഉണ്ടാക്കാം. എടി ബുദ്ധൂസ, ഇതൊക്കെ ആൾക്കാർ കണ്ടു മടുത്തതല്ലേ? അത് തന്നെയല്ല, കായൽ മത്സ്യത്തിന്റെ ഗുണഗണങ്ങൾ ഇവർക്കറിയാമോ? അത് നാട്ടുകാർക്കറിയാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇടുമ്പോൾ കടൽ മച്ചാന്റെ ഫാൻസ് എല്ലാം നമ്മുടെ ചാനലിലേക്ക് ഒഴുകിയെത്തും. അല്ല, അതൊക്കെ അവിടെ നിക്കട്ടെ. ഈ യൂട്യൂബ് ചാനലിന് നിങ്ങൾ പേരിട്ടിട്ടുണ്ടോ? ഹലോ ഗൈസ്, നമ്മുടെ ചാനലിന്റെ പേരാണ് കായൽ മച്ചാൻ. പോകാം വീഡിയോയിലേക്ക്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതൊക്കെ ചെയ്താൽ നമുക്ക് എന്തുവാണ് പ്രയോജനം ചേട്ടാ? നമുക്ക് എന്തോ പ്രയോജനം? എടി ബുദ്ധൂസേ, നിനക്ക് ബുദ്ധിയില്ലേ? ഇപ്പൊ ഇതല്ലേ ട്രെൻഡ്. ഞാൻ ആദ്യത്തെ വീഡിയോ ഇടുമ്പോഴത്തേക്കും നമുക്ക് കാശ് വന്നു തുടങ്ങില്ലേ? അപ്പൊ അടുത്തത് ഇടും, അങ്ങനെ വീണ്ടും ഇടും, അടുത്തത് അങ്ങനെ 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 പോകും. കാശ് വന്നു കുമിഞ്ഞു കൂടും. പിന്നെ ചേട്ടാ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. നമുക്ക് എന്റെ അടുക്കളയിൽ പോയിട്ട് ഞാൻ പാചകം ചെയ്യുന്ന ഒരു വീഡിയോ എടുത്താൽ കിട്ടാ പോരെ? എടി, ഞാൻ വയറിളകുന്നത് പോരെ? അതോ നാട്ടുകാരെ കൂടെ വയറിളക്കുന്നത്? അങ്ങനെ ആവർത്തനം നിങ്ങൾ പറയരുത്. ഇന്ന് രാവിലെ ഞാൻ ഉണ്ടാക്കി വന്നത് വെട്ടി കയറ്റിയല്ല അങ്ങ്. ദോഷം പറയല്ലോ. രാവിലെ ഇവിടെ എനിക്കൊരു കഞ്ഞി ഉണ്ടാക്കി തന്നു, സൂപ്പറായിരുന്നു. അല്പം ഉപ്പിന്റെ കുറപ്പേ ഉള്ളായിരുന്നു, പക്ഷെ കഞ്ഞി സൂപ്പറായിരുന്നു. അയ്യോ, അത് കഞ്ഞിയല്ല, അത് പാൽപ്പായസമായിരുന്നു. ഇവളാണ് പറയുന്നത് പാചകത്തിന്റെ വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടാവുന്ന. കൊള്ളാം കൊള്ളാം കൊള്ളാം. അതെ, എനിക്ക് ഒരു വീഡിയോ എടുത്തു തരാമോ? വീഡിയോ ഒക്കെ എടുത്തു തരാം. എനിക്കൊരു പൈന്റ് മേടിച്ചു തരണം. അയ്യോ, പൈന്റ് അവന്റെ പോടാ. എന്താ അവൻ ഇത്രയും പൈസ ഉണ്ടാക്കി തരുമ്പോ നമുക്കൊരു പൈന്റ് മേടിച്ചു കൊടുക്കുന്ന എന്താണ് കുഴപ്പം? എന്താണ് കുഴപ്പം? നിനക്ക് ഞാൻ പൈന്റ് മേടിച്ചു തരാം. നീ വീഡിയോ എടുക്കണം. അതെ, ഇത് ലോക്കാണ്. ലോക്ക് അടിക്കണം. അതിനി അഴിക്കാൻ അറിയാമോ എന്തോ? പുതിയ ഫോണാണ്, ഇന്നലെ മാറ്റാം. അല്ല, ഇന്നലെ വരെ ഈ ഫോണും കൊണ്ടാണ് നടന്നത്. അയ്യോ, എന്തോന്നാ ഞങ്ങളെ വീടിന്റെ അപ്പുറത്തെ സുധാമണി ചേച്ചിയുടെ തലേ പോലും ഇല്ലല്ലോ ഇത്ര റബ്ബർ. മൊബൈൽ കടയല്ലയോ? ഇത് കായൽ മച്ചാനാണ്. ഇന്നലെ ഞാൻ ഒരു പുതിയ ഫോൺ മേടിച്ച രഘുവില്ലേ? അതെ, നമ്മളെ ഈ പുതിയ മൊബൈലിന്റെ ഈ പാസ്വേഡ് അടിക്കുമ്പോഴേ
ഞാൻ അടിക്കുന്ന അക്കമല്ല കാണുന്ന നക്ഷത്രങ്ങളാണ് വരുന്നത്. കിഴങ്ങ എന്നല്ലടാ നീ. എടാ, ഈ നക്ഷത്രം പറഞ്ഞ എന്താണെന്നറിയാമോ? ഇല്ല. നിന്റെ ലോക്ക് അടുത്ത് നിൽക്കുന്നവർ കാണാതിരിക്കാൻ വേണ്ടിയാണ് ആ നക്ഷത്രം പറഞ്ഞത്. ഓ, അതിനായിരുന്നോ? ഇത് ഇന്നലെ പറഞ്ഞു വിടണ്ട എന്നോട്. ഒരു മിനിറ്റ്, ശരി, അങ്ങോട്ട് മാറി നിൽക്കാം. നിങ്ങൾ എന്നോട് ഹലോ. ഹലോ, പറ്റിക്കരുത് കേട്ടോ. ഇപ്പൊ എന്റെ അടുത്ത ആളൊന്നുമില്ല. ഇപ്പോഴും അങ്ങനെ നക്ഷത്രം വന്നോണ്ടിരിക്കാണ്. അണ്ണാ അത് പാസ്വേഡ് ഞെക്കണോണ്ണ, അങ്ങനെ വരുവുള്ളൂ അണ്ണാ അത്. ഈ ഫോൺ കാരണം ഇപ്പൊ ഞാൻ നക്ഷത്രം എണ്ണിക്കൊണ്ടിരിക്കാണല്ലോ. വീഡിയോ എടുത്തരാം. ഒരു വീഡിയോ അണ്ണാ ഞാൻ ആക്ഷൻ എന്ന് പറയുമ്പോൾ തുടങ്ങിക്കോണേ. ഓക്കെ. റെഡി? ചേച്ചിയുടെ പോയില്ലേ? ആക്ഷൻ. അണ്ണാ ഞാൻ ആക്ഷൻ എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ മതി. ഞാൻ പറയണം. ആക്ഷൻ. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് വ്ളാത്താങ്കര കായലിന്റെ തീരത്താണ്. ഇന്ന് കായൽ മത്സ്യങ്ങളെ എങ്ങനെ പിടിക്കാം, വളരെ രസകരമായി എങ്ങനെ പിടിക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഇടുന്നത്. പോകാം വീഡിയോയിലേക്ക്. സാധനം എടുക്കണം. ഹലോ ഗൈസ്, നമ്മൾ ചൂണ്ടയിടൽ പരിപാടിയിലേക്ക് പോവുകയാണ്. ഇന്ന് നമ്മൾ മീനിന് തീറ്റ കൊണ്ടുവന്നിരിക്കുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു തീറ്റയാണ്. അതായത് പൈനാപ്പിളിന്റെ എസൻസും മൈദാ മാവൂടെ കുഴച്ചുകൊണ്ടുള്ള ഒരു വെറൈറ്റി തീറ്റയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് കൊരുത്ത് നമ്മൾ കായലിലൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഈ പൈനാപ്പിളിന്റെ എസൻസിന്റെ മണം അടിച്ചിട്ട് ഈ കായൽ മത്സ്യങ്ങളെല്ലാം കൂടെ ഇരച്ചു കയറി നമ്മുടെ ചൂണ്ടയിലേക്ക് വന്ന് വീഴുന്ന കാഴ്ചയാണ് ഇപ്പൊ കാണാൻ പോകുന്നത്. പിന്നെ ഈ മീൻ കൊത്തി അങ്ങനെ അറിയാൻ പറ്റും. മീൻ കൊത്തി അറിയാന്ന് പറഞ്ഞാൽ ഇതിന്റെ അറ്റത്ത് ഞാനൊരു ഇത് വെച്ചിട്ടുണ്ട്, മണി വെച്ചിട്ടുണ്ട്. അപ്പൊ മീൻ പിടിക്കുമ്പോ ഇത് നൂല് വലിയും, അങ്ങനെ ഇത് അറിയാൻ പറ്റും. നല്ല ഐഡിയ അല്ലേ? പക്ഷെ അതായത് ഞാൻ ഒരു കാര്യം പറയാം, വീഡിയോ ഒക്കെ ചെയ്യുമ്പോ കുറച്ച് മാന്യമായിട്ടുള്ള രീതിയിൽ വേണം സംസാരിക്കാൻ. ഒരുപാട് ആൾക്കാർ കാണുന്നതാണ്. പിന്നെ ഇത്തിരി ഇംഗ്ലീഷ് ഒക്കെ അങ്ങ് പറയണ. ഇംഗ്ലീഷ് അതിന് വിദ്യാഭ്യാസം വേണ്ടേ? ശരിയാ, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞൊരു ഘടകം തന്നെയാണ് അണ്ണ. സത്യം പറയാല്, എന്റെ പഠിക്കാൻ കാശില്ലാത്തോണ്ട് എന്റെ പഠിപ്പ് മുടങ്ങിപ്പോയത്. നിനക്ക് കള്ളു കുടിക്കാൻ കാശുണ്ടോ? ഇല്ല. എന്നിട്ട് നീ കള്ളുകൂടി നിർത്തിയായിരുന്നു. അപ്പൊ പഠിക്കാൻ കാശില്ലാത്തോണ്ടല്ല നിന്റെ ഈ പഠിപ്പ് മുടങ്ങിയത്. നിനക്ക് മടി, പഠിക്കാനുള്ള മടി കൊണ്ടാണ് നിനക്ക് പഠിപ്പ് മുടങ്ങുന്നത്. അത് കാശിന്റെ കാര്യത്തോട്ടോ നീ ഉണ്ടാക്കി വെക്കണ്ട. വന്നിരിക്കുകയാണ് നമ്മുടെ ചൂണ്ടയിൽ. ഇതാരാണ് കുടുങ്ങിയിരിക്കുന്നത്? കായൽ മത്സ്യത്തിന്റെ പ്രത്യേകത അറിയാമല്ലോ. കടൽ മത്സ്യത്തിനേക്കാൾ ഏറ്റവും രുചികരമായ മത്സ്യമാണ്. നമുക്ക് നോക്കാം. 1 2 3. അണ്ണൻ അങ്ങനെ തന്നെ വേണം അണ്ണ, അങ്ങനെ തന്നെ വേണം. ഞാൻ പിന്നെ നിങ്ങളടുത്ത് പറയാണ്, നമുക്ക് അടുക്കളയിലെ പാചക വീഡിയോ എടുക്കാം. ഇത് നിങ്ങൾക്ക് പറ്റണ പണിയല്ല. ചൂണ്ടയില് ഞാൻ ചരട് കിട്ടിയ ശരിയായില്ലെന്ന് തോന്നുന്നു. എടീ, ഒന്നിപ്പഴിച്ച മൂന്നൊന്നല്ലേ? നിങ്ങളല്ലേ, നിങ്ങൾ ഭൂലോക പിഴയാ. ഞാനോ? ഒന്ന് ശ്രമിച്ചു നോക്കാൻ. എല്ലാവരോടും എന്നെ കുറ്റം പറയാം. ഞാൻ ഒരു കാര്യം പറയാം, ഇത് അവസാനത്തെ തവണയാണ്. ഈ ശ്രമത്തിലും കൂടി മീന് കിട്ടിയില്ലെങ്കിൽ നീ ഓർത്തു വെച്ചോണം, എഴുതി വെച്ചോണം. ഇത്തവണയും കൂടി മീൻ കിട്ടിയില്ലെങ്കിൽ നിന്റെ ഹസ്ബൻഡായ രഘു പറയുന്നു, ഞാൻ ഈ പണി നിർത്തും. വന്നു പോകാം വീഡിയോയിലേക്ക്. നമുക്ക് നോക്കാം. കുറെ നേരമായി മനുഷ്യനെ പറ്റിക്കാൻ നോക്കുന്നു. ഒരു ചാക്ക് മൈദ തീർന്നു. ആ മൈദ ഉണ്ടായിരുന്ന 10 തട്ടുകടയിൽ പൊറോട്ട കൊണ്ട് വിറ്റു കാശുണ്ടാക്കാറുണ്ട്. ഓ, കായൽ മത്സ്യം, കായൽ മത്സ്യം. കടൽ മത്സ്യത്തിനേക്കാൾ കേമൻ, രുചികേമൻ. അതങ്ങ് പൂഞ്ഞാറ്റി പോയി പറഞ്ഞാൽ മതി. മനസ്സിലായോ? ഓ, വലിയ രുചികരമായ മത്സ്യം. കടൽ മത്സ്യത്തിന്റെ 7 അയലത്ത് വരത്തില്ല, വാലയെ കെട്ടാൻ കൊള്ളത്തില്ല കായൽ മത്സ്യം. അറിയോ? നീയൊക്കെ ഉണ്ടല്ലോ ഇവിടെ കിടന്ന്, നീയൊക്കെ ഇവിടുത്തെ മൂത്ത് നരകിച്ച് മുള്ളും വളർന്ന് ചെകളയും വീർത്ത് ഇവിടെ കിടന്ന് അലഞ്ഞ ആ കല്ലേം തട്ടി ഈ കല്ലേം തട്ടി ആരും പിടിക്കാനില്ല. നീയൊക്കെ കിടന്ന് ഇവിടെ നശിച്ചു മുടിഞ്ഞ പോത്തുള്ളൂ നീ. ചേട്ടാ, ഇനിയിപ്പോ എന്തോ ചെയ്യാ? ആകെ നാണക്കേടോ. അപ്പോഴേ പറഞ്ഞതാ നിങ്ങൾക്ക്. നമുക്കൊരു വേറൊരു വഴി ചെയ്താലോ? എന്തുവാ? നീ ആദ്യം പറഞ്ഞില്ലേ നമ്മുടെ അടുക്കളയിലെ വ്ലോഗ് ചെയ്യാം. അടുക്കളയിലെ പാചകം എന്തോ എടുത്തു വെച്ച് പാചകം ചെയ്യും. കയ്യിലാണെങ്കിൽ 10ന്റെ പൈസയും ഇല്ല. അതിനൊക്കെ വഴിയുണ്ട്. നീ വീഡിയോ
ഹലോ ഗൈസ്, അടുക്കള മച്ചാൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പുതിയ വിഭവമാണ് പൈനാപ്പിൾ എസൻസും മൈദയും കുഴച്ചുകൊണ്ടുള്ള ഒരു ദോശ. പാവളൊന്നും നിൽക്കാതെ ദോശക്കല്ലെടുത്ത് അടുപ്പ കെട്ടി ബെസ്റ്റ്. പോകാം വീഡിയോയിലേക്ക്.